മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ നേരത്തെ നമ്മൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസിനെ സംഘത്തിനെയും തിരികെ എത്തിക്കാനുള്ള ക്രൂട്ടൺ ദൗത്യം ബഹിരാകാശ നിലയത്തിലേക്ക് അല്പസമയത്തിനകം എത്തും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ആ ഒരു ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയത്തിലേക്ക് ഘടിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ അത് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് VR കാർത്തിക് നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, ഈ ഡോക്കിംഗ് വിജയകരമല്ലേ? ആര്യ, ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നലെയാണ് സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ടത്. 24 മണിക്കൂർ യാത്രയ്ക്കൊടുവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. അതിൽ അടുത്ത ആ മൈൽ സ്റ്റോണും പിന്നിട്ടിരിക്കുന്നു. ഈ ഡോക്കിങ്ങിന് ശേഷമാകും അവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുക. തുടർന്ന് നിരവധി ഹാൻഡ് ഓവർ പ്രക്രിയ അടക്കം നിരവധി ഘട്ടങ്ങൾ മുന്നിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാകും ഇനി നടക്കുക. നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിനം അത് ബുധനാഴ്ചയായിരിക്കും ബുച്ച് വിൽമോറും അതോടൊപ്പം തന്നെ സുനിത വില്യംസും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിത വില്യംസ് കൈമാറിയിരുന്നു. പുതിയ ടീമിന് ഇന്നലെ ഇവിടുന്ന് പുറപ്പെട്ട 4 അംഗ ബഹിരാകാശ ഗവേഷകർക്ക് പുതിയ ചുമതലകൾ കൈമാറിയ ശേഷമാകും മടക്കയാത്ര. എന്തായാലും ഒരു നിർണായക ഘട്ടം കൂടി പൂർത്തിയായിരിക്കുന്നു. സ്പേസ് എക്സ് ക്രൂട്ടണിന്റെ ഡോക്കിംഗ് അത് പൂർത്തിയായിരിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവർ എത്തിയിരിക്കുന്നു. തുടർന്നുള്ള ഹാൻഡ് ഓവർ പ്രക്രിയകളിലായിരിക്കും ഇനി നടക്കുക. ഈ 2 ദിവസത്തെ ഹാൻഡ് ഓവർ പ്രക്രിയകൾക്ക് ശേഷം സുനിത വില്യംസും ബുച്ച്മോറും ഇതേ സ്പേസ് എക്സിന്റെ ക്രൂട്ടണിൽ തിരികെ ഭൂമിയിലേക്ക് പുറപ്പെടും. എന്തായാലും ആകാംക്ഷയോടെ ലോകം കാത്തിരുന്ന ആ ദിവസങ്ങൾ അടുത്തിരിക്കുന്നു. നിർണായകമായ ആ ദിവസം ബുധനാഴ്ചയായിരിക്കും. സാധാരണ രീതിയിലുള്ള റൊട്ടേഷൻ എന്നതിനപ്പുറത്തേക്ക് ക്രൂട്ടണിനെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിൽ 9 മാസമായി അവിടെ കുടുങ്ങിക്കിടന്ന ഇവരെ തിരികെ എത്തുന്ന പ്രക്രിയയിലൂടെയാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും വലിയ ആശങ്കകൾ ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇവരുടെ മടങ്ങിവരവ് സംബന്ധിച്ചുമൊക്കെ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഉത്തരം ആകും ബുധനാഴ്ചയോടെ. എന്തായാലും സുനിത വില്യംസിന്റെയും അതോടൊപ്പം തന്നെ ബുച്ച് വിൽമോറിന്റെയും മടക്കം അത് ഒരു ചരിത്ര മുഹൂർത്തമായിരിക്കും. ആ ചരിത്ര മുഹൂർത്തത്തിന് ഉള്ള ഒരു നിർണായക ഘട്ടം, ആ ചരിത്ര മുഹൂർത്തത്തിലേക്കുള്ള ഒരു നിർണായക ഘട്ടം ഡോക്കിംഗ് പൂർത്തിയായിരിക്കുന്നു. തീർച്ചയായും VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. Crew inside Dragon is getting prepared for the next set of procedures to configure Dragon in such a way for its extended stay aboard the International Space Station, while the crew aboard the International Space Station prepares for opening up the hatches on the other side. Now, the hatch opening sequence is quite extensive. We're expecting the Dragon hatch to be opened a little less than an hour and a half from now. The projected time is 12:45 a.m. Central Time on March 16th. However, this is a variable time. It is the expected time that the Dragon hatch will open. Shortly after, we are planning a welcome ceremony as well as a farewell ceremony, given a shorter duration handover period. ലോകം കാത്തിരുന്ന ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും എത്രയും വേഗം തന്നെ ബുധനാഴ്ചയോടുകൂടി ഭൂമിയിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിന്റെ ഒരു നിർണായക ഘട്ടമായിരുന്നു ഈ ക്രൂട്ടൺ ദൗത്യം. ആ ഡ്രാഗൺ പേടകം ബഹിരാകാശ നിലയവുമായി ഡോക്കിംഗ് ചെയ്യുക എന്നുള്ളത്. ആ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇനി നേരത്തെ നാസ അറിയിച്ചത് പ്രകാരം 10:30 കൂടിയിട്ടാണ് ഈ ക്രൂട്ടണിലുള്ള 4 സഞ്ചാരികൾ ബഹിരാകാശ നിലയത്തിലേക്ക് കടക്കുക. അതിനുശേഷം 2 ദിവസത്തെ ഈ കൈമാറ്റ പ്രക്രിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനുശേഷം ആയിരിക്കും സുനിത വില്യംസും ബുച്ച് വിൽമോറും Crew 9 പേടകത്തിൽ ഭൂമിയിലേക്ക് തിരിക്കുക. എന്തായാലും